നമസ്കാരം. നമ്മുടെ വക്കീലിന് സഹിക്കവയ്യ. ഏത് വക്കീലിനാണെന്നല്ലേ, പരിസ്ഥിതി വക്കീല് ശ്രീമാൻ ഹരീഷ് വാസുദേവൻ. അദ്ദേഹത്തിന് നരേന്ദ്രമോദി കുംഭമേളയിൽ പോയി മുങ്ങിയതും അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ നാട്ടിലെത്തിച്ചതും തമ്മിൽ ക്ലബ് ചെയ്തിട്ട് പുള്ളി അമേരിക്കയിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കണ്ടില്ലേ, അന്തസത്ത പോയി, അന്തസ് പോയി, ഇന്ത്യക്കാര് തലകുനിച്ചു, 140 കോടി ആൾക്കാർ തലകുനിച്ച് നിൽക്കുകയാണ്, അപ്പൊ പോയി കുംഭമേളയിൽ മുങ്ങിയാൽ മതിയുടെ ഭീരു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് നമ്മൾ ആകെ സങ്കടത്തിലായി പോയി. അദ്ദേഹത്തിന് എത്രയധികം വിഷമം ഈ 100 ഇന്ത്യക്കാരുടെ ആ വരവിനോട് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. അതിൽ കൂടുതൽ അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ ചൊറിയിപ്പിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദി കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തതും മുങ്ങിയതുമൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ കൃത്യമായിട്ട് പാർലമെന്റിൽ ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിലയും തുടങ്ങിയതല്ല, 2009 കാലഘട്ടം തൊട്ട് തുടങ്ങുന്നതാണ്. രാജ്യത്തിനോട് കൂറുള്ള സ്നേഹമുള്ള പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാരൊക്കെ ഇത് ചെയ്യുന്നേ. അവരുടെ രാജ്യത്തേക്ക് ഒരു തരത്തിലുള്ള വിസയും മറ്റ് നിയമങ്ങളൊന്നും പാലിക്കാതെ വരുന്ന ആൾക്കാരെ പിടിച്ചാൽ കണ്ടുകെട്ടി നാട്ടിലേക്ക് തിരിച്ചയക്കും, കയറ്റിവിടും. അത് ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവരവിടെ ബിസിനസ് നടത്തുന്നുണ്ട്, ജോലിയിൽ പ്രവേശിച്ചിട്ട് അന്തസ്സായിട്ട് അവിടുത്തെ പൗരന്മാരായിട്ട് പോലും ജീവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. ഈവൻ ഇപ്പോ ട്രംപിനോട് മത്സരിച്ച കമല ഹാരിസ് പോലും ഇന്ത്യൻ ഒറിജിനാണ്. അതായത് അവരല്ല, അവരുടെ മുൻ തലമുറ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ മാന്യമായിട്ട് വിസയും ടിക്കറ്റൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. അതൊന്നുമില്ലാതെ കാട് കയറിയും കാശ് കൊടുത്തും ഒരു പഴയ ഗഫൂർ കദോസ്ത് വഴിയൊക്കെ ചെല്ലുന്ന ആൾക്കാരെ കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടിലേക്ക് തിരിച്ചയക്കും. അപ്പൊ അവരോട് വലിയ മനുഷ്യത്വം മറ്റേ കാണിച്ച് ബിസിനസ് ക്ലാസ്സിൽ ഇരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഇത്തിരി കടന്നു കയ്യല്ലേ വക്കീലെ? 2 തരത്തിലാണ് നമുക്ക് ഇതിനെ നോക്കി കാണേണ്ടത്. ഒന്ന് അഭയാർത്ഥി, ഒന്ന് അനധികൃത കുടിയേറ്റക്കാർ. അഭയാർത്ഥി എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന സ്ഥലത്തെ പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം കൊണ്ട് ഗതികെട്ടിട്ടുള്ള മറ്റേ എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എങ്ങനെങ്കിലൊക്കെ നീന്തിയും കപ്പൽ കയറിയിട്ടൊക്കെ എത്തുന്ന ആൾക്കാരാണ്. അവരോട് നമുക്കൊരു മനുഷ്യത്വത്തിന്റെ ഒക്കെ ആംഗിളിൽ കാണേണ്ടതുണ്ട്. അവരെ അങ്ങനെ തന്നെ പരിഗണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയൊക്കെയോ മറ്റേ പ്രോപ്പർ ആയിട്ടുള്ള ചാനലിലൂടെ നിങ്ങൾക്ക് വിസ നേടാനും അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യാനും പഠിക്കാനും അതുപോലെ തന്നെ അവിടെ ജോലി എടുക്കാനൊക്കെ ഉള്ള പ്രൊഫഷനുള്ള സമയത്ത് അതൊന്നും മറ്റേ പാലിക്കാതെ, അതൊന്നും ഫോളോ ചെയ്യാതെ എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ട് അവിടുത്തെ സുഖലോലുപതയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അവിടേക്ക് പോകുന്ന ആൾക്കാരാണ് ഈ അനധികൃത കുടിയേറ്റക്കാര്. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അയാൾ ഒരു വലിയ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹം അമേരിക്കയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ്. അത് നമ്മുടെ നാട്ടിൽ ചെയ്യാത്തതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകൾക്കൊക്കെ ഈ പറയുന്ന എന്താ പറയാ വിഷം വരുന്നത്. ഇടയ്ക്ക് നമ്മുടെ നാട്ടിലും ഇതുപോലെ തൊട്ടയൽവക്കത്ത് നിന്ന് കയറി വരുന്ന ആൾക്കാരെ കസേരയിട്ട് സപ്രപഞ്ചത്തിൽ കിടത്തി മറ്റേ ആട്ടി ഉറക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ പറയുന്ന മറ്റേ പരിസ്ഥിതി വക്കീലും സംഘവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വലിയ മറ്റേ പാതകമായിട്ട് തോന്നും. പക്ഷെ മറ്റേ എന്താ പറയുക, നാളെ ഈ ഒട്ടകത്തിന് സൂചി കുത്താൻ സ്ഥലം കൊടുക്കുന്നത് പോലെയുള്ള അവസ്ഥ വരുമ്പോഴേ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ അവിടുത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണാധികാരി, പ്രസിഡന്റോ മറ്റേ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ അതിന് ബാധ്യസ്ഥനാണെന്നേ. അതാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. അപ്പൊ ഇതില് വലിയ ക്ഷോഭവും സങ്കടവും ഒക്കെ നടത്തുന്ന ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കയറി വന്ന ആൾക്കാർക്ക് റേഷൻ കാർഡ് കൊടുക്കണം, ആധാർ കാർഡ് കൊടുക്കണം, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട വിഭവങ്ങളൊക്കെ അവർക്കും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വലിയ വിഷമമായിട്ട് അവർക്ക് തോന്നുന്നത്. എന്തായാലും പരിസ്ഥിതി വക്കീലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ബൂർഷ ഭരണമാണോ ലോകത്ത് മുഴുവൻ നടക്കുന്നത്. അതിപ്പോ മോദി ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, നെതന്യാഹു ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും ബൂർഷകളാണ്. നിങ്ങളുടെ സോഷ്യലിസ്റ്റുകാരുടെയൊക്കെ കാലം കഴിഞ്ഞു. തൽക്കാലം വീട്ടിൽ പോയിരുന്ന് മറ്റേ ശ്രീനിവാസൻ അറബിക്കഥയിൽ ഇൻക്ലാബ് വിളിക്കുന്നത് പോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് 4 വിളിച്ചേക്ക്. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. നന്ദി, നമസ്കാരം.